ഓം ശാന്തി. 21/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശ്രീമത് അനുസരിച്ച് നടന്ന് എല്ലാവർക്കും സുഖം നൽകൂ. ആസുരീയ മതമനുസരിച്ച് ദുഃഖം നൽകി വന്നു. ഇപ്പോൾ സുഖം നൽകൂ, സുഖം എടുക്കൂ. ചോദ്യം: ബുദ്ധിശാലികളായ കുട്ടികൾ ഏത് രഹസ്യത്തെ മനസ്സിലാക്കുന്നത് കാരണം ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു? ഉത്തരം: അവർ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. ഇപ്പോൾ പകുതി കൽപ്പം സുഖത്തിൻ്റെ കളി നടക്കാൻ പോകുന്നു. അവിടെ ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖമുണ്ടായിരിക്കില്ല. ഇപ്പോൾ പുതിയ രാജധാനി വരാൻ പോകുന്നു. അതിനുവേണ്ടി ബാബ തൻ്റെ പരംധാം ഉപേക്ഷിച്ച് കുട്ടികളായ നമ്മെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടുക തന്നെ വേണം. ഗീതം: ലോകം മാറിയാലും നമ്മൾ മാറുകയില്ല. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ അർത്ഥം മനസ്സിലാക്കി. ഇവിടെ പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിൽ ഈ വിവേകമാണ് ആവശ്യം. ആത്മാവ് തമോ പ്രധാനം ആയത് കാരണം തീർത്തും അവിവേകി ആയിരിക്കുന്നു. കുട്ടികൾക്കറിയാം നമ്മൾ എത്ര അവിവേകിയായിരുന്നു, ഇപ്പോൾ എത്ര വിവേകശാലി ആയിരിക്കുന്നു. മറ്റ് സത്സംഗങ്ങളിലൊന്നും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അവർ ശാസ്ത്രങ്ങളും രാമായണവും മറ്റുമാണ് പഠിക്കുന്നത്. ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പുറത്തു പോകുന്നു. ഒരു പ്രാപ്തിയുമില്ല. യജ്ഞം, തപം, ദാനപുണ്യം ആദിയായവ വളരെയധികം ചെയ്യുന്നു. തിക്കും തിരക്കും കൊള്ളുന്നു. പ്രാപ്തി ഒന്നും തന്നെയില്ല. ഈ ലോകത്തിൽ ആർക്കും തന്നെ സുഖമില്ല. ഇപ്പോൾ ബാബ മുഴുവൻ അറിവും നൽകുന്നു. സർവർക്കും സുഖവും ശാന്തിയും നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. മനുഷ്യരാണെങ്കിൽ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. ഭക്തി മാർഗത്തിലുള്ളവർ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു, ഹേ ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെ, സദ്ഗതി ദാതാവേ, നോക്കൂ ലോകത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്. സർവരെയും ദുഃഖം ബാധിച്ചിരിക്കുന്നു. ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർക്കാർക്കും ബാബ ആരാണ് എന്നതറിയില്ല. ബാബയിൽ നിന്നും എന്ത് സമ്പത്ത് ലഭിക്കുന്നു? പരിധിയില്ലാത്ത ബാബയെ അറിയുന്നതേയില്ല. തിക്കും തിരക്കും കൊള്ളുന്നു ശാന്തിക്കു വേണ്ടി. ഇപ്പോൾ മനസ്സിന് ശാന്തി വേണം എന്ന് പറയുന്നത് ആരാണ്? ആത്മാവാണ് പറയുന്നത്. ഇതുപോലും മനുഷ്യർ അറിയുന്നില്ല. ദേഹാഭിമാനം ഉണ്ടല്ലോ. സാധു സന്യാസിമാരും എല്ലാം ദുഃഖിതരാണ്. എല്ലാവരും ശാന്തി ആഗ്രഹിക്കുന്നു. രോഗങ്ങളും മറ്റും സാധു സന്യാസിമാർക്കും ഉണ്ടാകുന്നു. ആക്സിഡന്റ് ഉണ്ടാകുന്നു. ലോകത്തിൽ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിശാലി ആയിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഡ്രാമയുടെ ഉള്ളിൽ പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ബാബ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. മറ്റെല്ലാ മനുഷ്യരുടെയും ബുദ്ധിക്ക് ഗോദ്രജിന്റെ പൂട്ട് വീണിരിക്കുന്നു. തീർത്തും തമോ പ്രധാന ബുദ്ധിയാണ്. കുട്ടികളായ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അറിയുന്നു. തീർച്ചയായും പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചിരിക്കുന്നു. ആ ഒന്ന് നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം കേൾപ്പിക്കുന്നു. ഈ കളി എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്? എപ്പോൾ സുഖമുണ്ടായിരിക്കുന്നു അപ്പോൾ ദുഃഖത്തിൻ്റെ പേരുണ്ടായിരിക്കില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ബാബയിൽ നിന്നും സുഖം, ശാന്തി, സമ്പത്ത് ഇവയുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. സത്യയുഗം മുതൽ ത്രേതായുടെ അന്തിമം വരെയും ഒരു ദുഃഖവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പ്രകാശത്തിലാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ രാജധാനിയിൽ അന്യോന്യം ഉയർന്ന പദവി നേടുവാൻ. ഈ സ്കൂൾ പരിധിയില്ലാത്തതാണ്. പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുന്നു.
നിങ്ങൾക്കറിയാം, ആ ഒന്ന് നമ്മുടെ മോസ്റ്റ് ബിലവഡ് ബാബയാണ്. ആ ഒന്നിൻ്റെ മഹിമ അപാരമാണ്. ആ ഉയർന്നതിലും ഉയർന്ന ബാബ ശ്രീമത് നൽകുന്നു. ബാക്കി എല്ലാ മനുഷ്യരും ആസുരീയ മതമനുസരിച്ച് അന്യോന്യം ദുഃഖം തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ ശ്രീമത് അനുസരിച്ച് സർവർക്കും സുഖം നൽകണം. ഈ ഡ്രാമയിലെ ആക്ടേഴ്സാണ് നമ്മൾ. ഇത് ആരും തന്നെ അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഈ ഡ്രാമയിൽ ഭാരതവാസികൾക്കാണ് ഓൾറൗണ്ട് പാർട്ടുള്ളത്. മുൻപ് നിങ്ങൾ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മൂലവതനം മുതൽ സൂക്ഷ്മവതനം, സ്ഥൂലവതനം എല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് സത്യമായ ജ്ഞാനമുണ്ട്. പരംപിത പരമാത്മാവ് നമ്മളെ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബു നമുക്ക് ത്രിലോകത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് മുള്ളുകളുടെ കാട് തന്നെയാണ്. കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പം, അതായത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ഇവിടെയാണെങ്കിൽ ചെറിയവരും വലിയവരും എല്ലാവരും ദുഃഖം നൽകുന്നു. ഗർഭത്തിൽ മാതാവിന് കുട്ടി ദുഃഖം നൽകുന്നു. ഇത് വളരെയധികം മോശമായ പഴയ ലോകമാണ്. ഈ സൃഷ്ടി ചക്രത്തെ ആരും തന്നെ അറിയുന്നില്ല. നമ്മൾ എവിടെ നിന്ന് വന്നു, എത്ര ജന്മമെടുത്തു, പിന്നെ എവിടേക്ക് പോകണം, ഒന്നും അറിയുന്നില്ല. പരിധിയില്ലാത്ത ബാബ, അതായത് സർവ സീതമാരുടെയും ഒരു രാമൻ, ആ നിരാകാരനാണ്. നിങ്ങൾ എല്ലാവരും സീതമാരാണ്. ബാബയാണ് ബ്രൈഡ് ഗ്രൂം. ഒരു പ്രിയതമൻ്റെ പ്രിയതമകളാണ് എല്ലാം. ഭക്തരാണ്. ഏതെല്ലാം സീതമാരുണ്ടോ എല്ലാവരും രാവണന്റെ ജയിലിൽ കുടുങ്ങി ശോകവാടികയിൽ വന്നിരിക്കുന്നു. മുഴുവൻ ലോകത്തിലെ സർവ മനുഷ്യരും ഒരു ഭഗവാനെ ഓർമ്മിക്കുന്നു. ഭക്തരുടെ രക്ഷകൻ എന്ന ഭഗവാനെ പറയുന്നു. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർക്കറിയാം, നമ്മളെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും ലഭിക്കുന്നു. ശിവബാബയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. സ്വർഗം എന്ന് പറയാം, അഥവാ ദേവി രാജധാനി എന്ന് പറയാം. ഇത് സ്വർഗത്തിൻ്റെ രാജധാനിയാണല്ലോ. ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയാണ്. ഇതും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ എപ്പോഴാണോ സത്യയുഗം ആയിരുന്നത്, അപ്പോൾ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗമാണ്. മനുഷ്യരാണെങ്കിൽ പാവങ്ങൾ ഘോര അന്ധകാരത്തിൽ ആയത് കാരണം ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. വിനാശം മുന്നിൽ നിൽക്കുന്നു. സീതമാരായ നിങ്ങൾ എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു രാമനാണ്. സീതമാരെല്ലാം ദുർഗതിയിലാണ്. എന്നാൽ നമ്മൾ ദുർഗതിയിലാണ് എന്നാരും മനസ്സിലാക്കുന്നില്ല. തൻ്റെ സമ്പന്നതയുടെ ലഹരിയാണുള്ളത്. നമുക്ക് ഇത്രയും കെട്ടിടമുണ്ട്, ഇത്രയും ധനമുണ്ട്, ഇത്രയും കൊട്ടാരമുണ്ട് എന്നെല്ലാം. ദുഃഖത്തിൻ്റെ ലോകം ഇപ്പോൾ മാറാൻ പോകുന്നു എന്നതാർക്കും അറിയില്ല. മരണം മുന്നിൽ നിൽക്കുന്നു. എല്ലാം മണ്ണിനോട് ചേരണം. ഈ പഴയ ലോകത്തിൽ എന്തെല്ലാം കാണപ്പെടുന്നോ അത് വിനാശമാകും. വിനാശത്തിനു വേണ്ടി മുഴുവൻ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. അതേ ഗീതയുടെ ഭഗവാനാണ്. എന്നാൽ ബാബയുടെ ബയോഗ്രഫിയിൽ കുട്ടിയുടെ നാമം വെച്ചു. ഇപ്പോൾ ശിവബാബ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാമം മറച്ചു എന്നതാണ് വലുതിലും വലിയ തെറ്റ്. കുട്ടികളായി നിങ്ങൾക്കറിയാം, നമ്മളെ ഏതെങ്കിലും മനുഷ്യനോ സാധു സന്യാസിമാരോ മറ്റുമല്ല പഠിപ്പിക്കുന്നത്. ശിവബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്, സർവസ്വമാണ്. ഇത് മറക്കുവാൻ പാടില്ലാത്തതാണല്ലോ. ബാബ പറയുന്നു, എല്ലാവരും എൻ്റെ കുട്ടികളാണ്. എന്നാൽ എല്ലാവരെയും പഠിപ്പിക്കുകയില്ല. ബാബ പറയുന്നു, ഞാൻ ഭാരതവാസികളെ വീണ്ടും രാജയോഗം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഭാരതവാസികൾ സ്വർഗവാസിയായിരുന്നു, വജ്രതുല്യമായിരുന്നു.
ഇപ്പോൾ കവടി തുല്യമായിരിക്കുന്നു. വീട്ടിൽ എത്ര അശാന്തിയാണ്. ബാബ നമുക്ക് ക്രോധം വരുന്നു, കുട്ടികളെ അടിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. നമ്മൾ 5 വികാരങ്ങൾ ശിവ് ബാബയ്ക്ക് ദാനം നൽകി. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന പേടി തോന്നുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സമയം എല്ലാവരിലും 5 വികാരങ്ങളുടെ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ദേഹാഭിമാനത്തിൻ്റെ ഭൂതം വരുന്നതിലൂടെ പിന്നെ എല്ലാ ഭൂതവും ബാധിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ഇപ്പോൾ നിങ്ങൾക്ക് വിവേകം ലഭിച്ചിരിക്കുന്നു. സത്യയുഗത്തിലും നമ്മൾ ആത്മാഭിമാനിയായിരുന്നു. ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഈ ശരീരം ഇപ്പോൾ പഴയതായി കഴിഞ്ഞു, ആയുസ് പൂർത്തിയായിരിക്കുന്നു. അതിനാൽ ഈ ശരീരം ഉപേക്ഷിച്ച് ഇപ്പോൾ പുതിയതെടുക്കണം. സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. സർപ്പത്തിൻ്റെ ഒരു തോൽ പഴയതാകുമ്പോൾ പിന്നെ പുതിയതൊരെണ്ണം എടുക്കുന്നു. ഈ ഉദാഹരണം സത്യയുഗത്തെക്കുറിച്ചാണ്. അവിടെ നിങ്ങൾ ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു. ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ എത്ര ദുഃഖമുണ്ടാകുന്നു. കരഞ്ഞ് നിലവിളിക്കുകയും മറ്റും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് പഴയ തോലാണ്. ഇവിടെ പുതിയ തോൽ ലഭിക്കില്ല. ഇത് അന്തിമ പഴയ ചെരുപ്പാണ്. ഇപ്പോൾ നിങ്ങൾ അതിനോട് മടുപ്പുള്ളവർ ആയിക്കഴിഞ്ഞു. അവിടെയാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എത്ര പുതിയവർ വരുന്നു, മനസ്സിലാക്കുന്നില്ല. 2-4 ദിവസം ഇവിടെ നിന്നും മനസ്സിലാക്കിയിട്ട് പോകുന്നു, പിന്നെ മറന്നു പോകുന്നു. പിന്നെ നല്ല രീതിയിൽ കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്തുവെങ്കിൽ പ്രജയിലേക്ക് വരും. പ്രജയും അനേകം ഉണ്ടാകണമല്ലോ. ഇതാണ് ഈശ്വരൻ്റെ കവാടം അഥവാ വീട്. നിങ്ങൾ ഈശ്വരൻ്റെ വീട്ടിലിരിക്കുകയാണ്. പരംപിതാവ് തൻ്റെ പരംധാം ഉപേക്ഷിച്ച് ഇവിടെ സാധാരണ ശരീരത്തിൽ വന്നിരിക്കുന്നു. അവിടെയാണെങ്കിൽ ബാബയുടെ അടുക്കൽ ആത്മാക്കൾ വസിക്കുന്നു. ഇവിടെ സംഗമത്തിൽ ബാബ സ്വയം വന്നിരിക്കുന്നു, പതീതരെ പാവനമാക്കുവാൻ. ആ ഒന്നിനെ ശിവ നിരാകാർ എന്നും പറയുന്നു. നിരാകാരനായ ബാബയെ ആത്മാക്കൾ ഓ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. മനുഷ്യർ മനസ്സിലാക്കാതെയാണ് ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി നാരായണനെയും യൂറോപ്യൻസ് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു. ഇവരെ ആരാണ് ഇങ്ങനെയാക്കിയത്? ഈ ദേവതമാരെ കുറിച്ച് പറയുന്നു, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, 16 കല സമ്പൂർണമാണ് എന്ന്. പിന്നെ സ്വയം എന്താണ് പറയുന്നത്? ഇവരും മനുഷ്യരാണ് എന്നതറിയുന്നില്ല. ഭാരതത്തിൽ തന്നെയാണ് രാജ്യം ഭരിച്ചിട്ട് പോയത്. അവരുടെ മുന്നിൽ പോയി മഹിമ പാടുന്നു. സ്വയം താഴ്ന്നവരും പാപിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃഷ്ണന്റെ ക്ഷേത്രത്തിലും പോയി മഹിമ പാടുന്നു. ശിവന് ഈ മഹിമയല്ല ചെയ്യുന്നത്. ശിവന്റെ മഹിമ വേറെയാണ്. പലപ്പോഴും ശിവന്റെ അടുക്കൽ പോകുമ്പോൾ സഞ്ചി നിറച്ചു തരൂ എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ആ ഒന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ്, ഉമ്മത്തിൻകായ ഭക്ഷിക്കുന്നവനാണ്. അവിടെ കഞ്ചാവും ഉമ്മത്തിൻകായും എവിടെ നിന്നും വന്നു? ഒന്നും മനസ്സിലാക്കുന്നില്ല. പതിയെ വേണം, ഇത് വേണം എന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്നു. ദീപാവലിക്കും ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യുന്നു. അത് ആരാണ് എന്നത് ആർക്കും അറിയില്ല. 8-10 കൈകൾ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കുമോ? ഈ ചതുർഭുജ രൂപം കാണിക്കുന്നു. കാരണം പ്രവൃത്തി മാർഗമാണ്. അതിന് വിഷ്ണു എന്ന നാമം വച്ചിരിക്കുന്നു. ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൽ വസിക്കുന്നു. വിഷ്ണുവിൻ്റെ 2 രൂപങ്ങളായ ലക്ഷ്മി നാരായണനിലൂടെ പാലന നടക്കുന്നു എന്നത് മനുഷ്യർക്കറിയില്ല. ചിത്രങ്ങളിൽ ലക്ഷ്മിക്ക് 4 കൈകൾ നൽകിയിരിക്കുന്നു. 4 കൈകൾ ഉള്ളവർക്ക് കുട്ടി ഉണ്ടാവുകയാണ് എങ്കിൽ കുട്ടിക്കും 4 കൈ വേണ്ടതാണല്ലോ. ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ വരാതിരുന്നത് വരെയും നമ്മളും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെയും ആദ്യം മധ്യ അന്ത്യം അറിഞ്ഞു കഴിഞ്ഞു.
ബാബ വന്ന് പതീത ലോകത്തെ പാവനമാക്കുന്നു. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. ഇപ്പോൾ പരമാത്മാവ് എങ്ങനെ വരും? എങ്ങനെയാണ് വന്ന് പതീതരെ പാവനമാക്കുന്നത്? ബാബ പറയുന്നു, 5000 വർഷം മുമ്പ് ഞാൻ ദേവി സ്വരാജ്യം ഉണ്ടാക്കിയിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ഈ അറിവ് മുൻപ് നിങ്ങളുടെ ബുദ്ധിയിൽ തീർത്തും ഉണ്ടായിരുന്നില്ല. ഈ ബ്രഹ്മാവിനും അറിയില്ലായിരുന്നു. രാധാകൃഷ്ണന്റെയും ലക്ഷ്മി നാരായണന്റെയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ രാധാകൃഷ്ണന്റെ സ്വയംവരത്തിനു ശേഷമാണ് ലക്ഷ്മി നാരായണനായത്. അതിനാലാണ് പ്രിൻസസ് രാധ പ്രിൻസ് കൃഷ്ണൻ എന്ന് പറയുന്നു എന്നതും അറിയുന്നില്ല. സ്വയംവരത്തിനു ശേഷം മഹാരാജാവും മഹാറാണിയുമാകുന്നു. ഇത് സ്വയം ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു. ചിലർക്ക് സാക്ഷാത്കാരവും ഉണ്ടാകുന്നു, പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഭക്തരുടെ ഭാവന അല്പകാലത്തേക്ക് പൂർത്തീകരിക്കുന്നതിനായി ഞാൻ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. ഇവിടെയാണെങ്കിൽ ധ്യാന സാക്ഷാത്കാരത്തിന്റെ കാര്യമേ ഇല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സാക്ഷാത്കാരത്തിൽ മായ പ്രവേശിക്കും. അപ്പോൾ നിങ്ങളുടെ പദവി ഭ്രഷ്ടമായി പോകും. നമുക്ക് ശിവ് ബാബയുടെ സാക്ഷാത്കാരം ഉണ്ടാകണം എന്ന് വളരെ പേർ വന്നു പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഫയർഫ്ലൈ, അതായത് മിന്നാമിനുങ്ങ് എത്ര ചെറുതാണ്, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നു. ആത്മാവോ അതിനേക്കാൾ ചെറിയ ബിന്ദുവാണ്. എങ്ങനെയാണോ ആത്മാവ്, അതുപോലെ തന്നെയാണ് പരമാത്മാവിന്റെ രൂപം. സാക്ഷാത്കാരം ഉണ്ടായാൽ തന്നെ അത് ചെറിയൊരു ബിന്ദുവിൻ്റെതാണ് ഉണ്ടാവുക. ഇത് ചെറിയൊരു ബിന്ദുവാണ്, ഭൃഗുടിയുടെ മധ്യത്തിൽ വസിക്കുന്നു. ആത്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടായാൽ തന്നെയും ഒന്നും മനസ്സിലാക്കില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ നമ്മൾ ശിവ് ബാബയുടെ സന്താനമാണ്. എല്ലാ ബ്രഹ്മകുമാർ കുമാരിമാരും ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എയിം ഒബ്ജക്റ്റ് തന്നെ ഇതാണ്. സ്റ്റുഡൻസ് ആണല്ലോ. ബാബയിൽ നിന്നും സഹജ രാജയോഗം പഠിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇത് എയിം ഒബ്ജക്റ്റ് ആണ്. ഇത് കുട്ടികൾ മറക്കാൻ പാടില്ല. ഭക്തി മാർഗത്തിൽ ഭക്തർ ദേവതമാരുടെ ചിത്രം കൂടെ വയ്ക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ത്രിമൂർത്തിയുടെ ചിത്രം പോക്കറ്റിൽ വെക്കേണ്ടതാണ്. ഈ ശിവ് ബാബയിലൂടെ നമ്മൾ ഈ ലക്ഷ്മി നാരായണൻ ആയിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശിവ് ബാബയ്ക്ക് വികാരങ്ങൾ ദാനം നൽകിയ ശേഷം പിന്നെ ഒരിക്കലും തിരികെ എടുക്കരുത്. ദേഹാഭിമാനത്തിൻ്റെ ഭൂതത്തിൽ നിന്നും സംരക്ഷിക്കണം. ഈ ഭൂതത്തിലൂടെ എല്ലാ ഭൂതങ്ങളും വന്നു ചേരുന്നു. അതിനാൽ ആത്മാഭിമാനി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ധ്യാന സാക്ഷാത്കാരത്തിൻ്റെ ആശ വയ്ക്കരുത്. എയിം ഒബ്ജക്റ്റ് മുന്നിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. ശ്രീമത് അനുസരിച്ച് സർവർക്കും സുഖം നൽകണം. വരദാനം: ചെയ്യിക്കുന്നവന്റെ സ്മൃതിയിലൂടെ സേവനത്തിൽ സദാ നിർമ്മാണത്തിന്റെ കാര്യം ചെയ്യുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഏതൊരു കർമ്മവും കർമ്മയോഗിയുടെ സ്റ്റേജിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. കേവലം കർമ്മം ചെയ്യുന്നവരല്ല, എന്നാൽ കർമ്മയോഗി ആണ്. കർമ്മം എന്നാൽ വ്യവഹാരം, യോഗം എന്നാൽ പരമാർത്ഥം. രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. ശരീര നിർവഹണത്തിന് പിന്നാലെ ആത്മാവിൻ്റെ നിർവഹണം മറന്നു പോകരുത്. ഏതൊരു കർമ്മം ചെയ്താലും അത് ഈശ്വരീയ സേവാർത്ഥം ആയിരിക്കണം. ഇതിനുവേണ്ടി സേവനങ്ങളിൽ നിമിത്തം മാത്രമാണ് എന്ന മന്ത്രവും ചെയ്യുന്നവനാണ് എന്ന സ്മൃതിയുടെ സങ്കല്പവും സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ചെയ്യിക്കുന്നവനെ മറന്നു പോകരുത്. അപ്പോൾ സേവനത്തിൽ
നിർമ്മാണം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: സേവനത്തിലും സംബന്ധ സമ്പർക്കത്തിലും വിഘ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് പഴയ സംസ്കാരം. ആ സംസ്കാരങ്ങളോട് വൈരാഗ്യം ഉണ്ടാകട്ടെ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. എല്ലാത്തിൽ നിന്നും ശ്രേഷ്ഠമായ സിംഹാസനം ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാകണം. എന്നാൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനായി ആദ്യം അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതിയുടെ സിംഹാസനം ആവശ്യമാണ്. ഏകരസസ്ഥിതിയുടെ സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നത് അകാല സിംഹാസനസ്ഥർ ആകുന്നതിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കുമ്പോഴാണ്. ഏതുപോലെ ആ തപസ്വികൾ സദാ ആസനത്തിൽ ഇരിക്കുന്നു, ഇതേപോലെ താങ്കൾ തൻ്റെ ഏകരസ ആത്മാവിൻ്റെ സ്ഥിതിയുടെ ആസനത്തിൽ വിരാജിക്കൂ. ഈ ആസനത്തെ ഉപേക്ഷിക്കരുത്, അപ്പോൾ സിംഹാസനം ലഭിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാര ലോകത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.